മാസപ്പടി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിവരുന്ന അന്വേഷണം തുടരാമെന്ന് കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു. അന്വേഷണം റദ്ദാക്കണമെന്നും സ്റ്റേ ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെയിൽ ലിമിറ്റഡ് സമർപ്പിച്ച അപ്പീൽ കോടതി തള്ളി. ഇതോടെ കേസിൽ ഇഡിക്ക് തുടർ നടപടികളുമായി മുന്നോട്ടു പോകാം. ജസ്റ്റിസ് രാജ വിജയരാഘവൻ, ജസ്റ്റിസ് KV ജയകുമാർ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിന്റേതാണ് സുപ്രധാന വിധി. സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകാൻ സമയം അനുവദിക്കണമെന്ന CMRLന്റെ ആവശ്യവും കോടതി തള്ളിക്കളഞ്ഞു. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ T വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസിന് CMRL മാസപ്പടി ഇനത്തിൽ വലിയ തുക നൽകിയെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് വിവാദം ആരംഭിക്കുന്നത്. ആദായ നികുതി വകുപ്പിന്റെ ഇടക്കാല സെറ്റിൽമെന്റ് ബോർഡ് നടത്തിയ പരിശോധനയിൽ സേവനങ്ങളൊന്നും നൽകാതെ തന്നെ എക്സാലോജിക് സൊല്യൂഷൻസിന് CMRLൽ നിന്ന് 1.72 കോടി രൂപ ലഭിച്ചതായി കണ്ടെത്തിയിരുന്നു. ഇത് രാഷ്ട്രീയ അഴിമതിയുടെ ഭാഗമായുള്ള കിക്ക് ബാക്ക് ആണെന്നാണ് ആരോപണം. ഈ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ PMLA പ്രകാരം ED അന്വേഷണം ആരംഭിച്ചു. ഈ നടപടികൾക്കെതിരെയാണ് CMRL ഹൈക്കോടതിയെ സമീപിച്ചത്. ഈ വിധി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനും മറ്റ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കും വലിയൊരു വിജയമായാണ് രാഷ്ട്രീയ നിയമ വൃത്തങ്ങൾ വിലയിരുത്തുന്നത്. ഹൈക്കോടതിയിലെ സിംഗിൾ ബെഞ്ചിന്റെ അനുകൂല ഉത്തരവിനെ തുടർന്ന് നേരത്തെ തന്നെ പ്രതിപക്ഷ നേതാവിന്റെ വസതിയിൽ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ ED പരിശോധനകൾ നടത്തിയിരുന്നു. എന്നാൽ ഡിവിഷൻ ബെഞ്ചിന്റെ ഇപ്പോഴത്തെ ഈ നിർണായക ഉത്തരവോടെ താൽക്കാലികമായി പ്രവർത്തിച്ചിരുന്ന അന്വേഷണ നടപടികൾ കൂടുതൽ വേഗത്തിലും കർശനമായും മുന്നോട്ട് കൊണ്ടുപോകാൻ ഇഡിക്ക് സാധിക്കും. അപ്പീൽ നൽകാൻ സുപ്രീം കോടതിയെ സമീപിക്കാൻ സാവകാശം വേണമെന്നും അതുവരെ ഹൈക്കോടതിയുടെ ഈ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നുമുള്ള CMRL അഭിഭാഷകന്റെ ആവശ്യം കോടതി പൂർണ്ണമായും തള്ളിക്കളഞ്ഞത് ഇഡിക്ക് ലഭിച്ച വലിയൊരു ആനുകൂല്യമായാണ് കാണുന്നത്. അതിനാൽ തന്നെ നിയമപരമായ യാതൊരുവിധ തടസ്സങ്ങളുമില്ലാതെ അന്വേഷണവുമായി മുന്നോട്ടു പോകാൻ കേന്ദ്ര ഏജൻസിക്ക് ഇപ്പോൾ പൂർണ്ണമായ സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുകയാണ്. മാസപ്പടി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം തുടരാമെന്ന് വ്യക്തമാക്കി കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പുറപ്പെടുവിച്ച വിധി CMRLന് കനത്ത തിരിച്ചടിയായിരിക്കുകയാണ്. കേസിന്റെ അന്വേഷണം റദ്ദാക്കണമെന്നും സ്റ്റേ ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് CMRL സമർപ്പിച്ച അപ്പീൽ ജസ്റ്റിസ് രാജ വിജയരാഘവൻ, ജസ്റ്റിസ് KV ജയകുമാർ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് തള്ളിക്കളയുകയായിരുന്നു. സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകാൻ സമയം അനുവദിക്കണമെന്ന കമ്പനിയുടെ ആവശ്യവും കോടതി അംഗീകരിച്ചില്ല. മുൻപ് സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടതുപോലെ അന്വേഷണത്തിന്റെ ഭാഗമായി സമൻസുകൾ അയക്കാനും വിവരങ്ങൾ ശേഖരിക്കാനും ഇഡിക്ക് പൂർണ്ണ അധികാരമുണ്ടെന്ന് വ്യക്തമാക്കിയ കോടതി കമ്പനി മാനേജിംഗ് ഡയറക്ടർ ശശിധരൻ കർത്തയും മറ്റു ഉദ്യോഗസ്ഥരും സമർപ്പിച്ച ഹർജിയിലെ വാദങ്ങൾ നിലനിൽക്കില്ലെന്നും ചൂണ്ടിക്കാട്ടി. ഈ വിധിയോടെ ഇഡിക്ക് തുടർ നടപടികളുമായി മുന്നോട്ടു പോകാനും അന്വേഷണം വേഗത്തിലാക്കാനും സാധിക്കും. മാസപ്പടി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിവരുന്ന അന്വേഷണം തുടരാമെന്ന കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് വിധി ഈ വിഷയത്തിൽ കേന്ദ്ര ഏജൻസിക്ക് ലഭിച്ച വലിയൊരു നിയമപരമായ വിജയമാണ്. അന്വേഷണം റദ്ദാക്കണമെന്നും സ്റ്റേ ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെയിൽ ലിമിറ്റഡ് സമർപ്പിച്ച അപ്പീൽ തള്ളിയതോടെ കേസിൽ തുടർ നടപടികളുമായി മുന്നോട്ടു പോകാൻ ഇഡിക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുകയാണ്. അന്വേഷണം തടയണമെന്നും സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകാൻ സമയം അനുവദിക്കണമെന്നുമുള്ള കമ്പനിയുടെ ആവശ്യങ്ങൾ കോടതി തള്ളിക്കളഞ്ഞത് കേസ് കൂടുതൽ ഗൗരവത്തോടെ മുന്നോട്ടു പോകുമെന്നതിന്റെ സൂചനയാണ്. ആദായ നികുതി വകുപ്പിന്റെ ഇടക്കാല സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയ സാമ്പത്തിക ക്രമക്കേടുകളെ കുറിച്ചുള്ള അന്വേഷണത്തിൽ PMLA പ്രകാരം നടപടികൾ സ്വീകരിക്കാൻ ഇഡിക്ക് അധികാരമുണ്ടെന്ന കോടതിയുടെ നിരീക്ഷണം ഈ കേസിൽ നിർണായകമാണ്. ചുരുക്കത്തിൽ നിയമപരമായ തടസ്സങ്ങൾ നീങ്ങിയതോടെ അന്വേഷണം കൂടുതൽ വേഗത്തിലും കർശനമായി മുന്നോട്ടു പോകുമെന്നും ഇത് CMRLനും ഈ കേസിൽ ഉൾപ്പെട്ട മറ്റു കക്ഷികൾക്കും കനത്ത തിരിച്ചടിയാകുമെന്നുമാണ് ഈ വിധിയുടെ ആകത്തുക.